So hi and welcome to a new video lecture series on mastering shear force diagram and bending moment diagram. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോ ലെക്ചറിൽ ബേസിക്കലി നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെ ഒരു ഷിയർ ഫോഴ്സ് ഡയഗ്രാം അല്ലെങ്കിൽ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം വളരെ ഈസി ആയിട്ട് നമുക്ക് എങ്ങനെ പ്ലോട്ട് ചെയ്യാം എന്നുള്ളതാണ്. ഓക്കെ, സോ ഇത് ഏതൊരു ടൈപ്പ് പ്രോബ്ലത്തിന്റെ ആയാലും ഷിയർ ഫോഴ്സ് ഡയഗ്രാം അല്ലെങ്കിൽ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം പ്ലോട്ട് ചെയ്യാൻ ബേസിക്കലി 3 റൂൾസ് അറിഞ്ഞിരുന്നാൽ മതി ക്ലിയർ ആയിട്ട്. ഓക്കെ, അത് പ്രോപ്പറായിട്ട് അത് അപ്ലൈ ചെയ്യാനും കൂടെ പറ്റുമെങ്കിൽ നമുക്ക് ഏത് പ്രോബ്ലം അത് എത്രത്തോളം കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ലോഡിംഗ് കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ പോലും നമുക്കത് പെട്ടെന്ന് സോൾവ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇത് വളരെ ക്ലിയർ ആണെങ്കിൽ നമുക്ക് മറ്റ് കോമ്പറ്റേറ്റീവ് എക്സാമിന്റെ കേസിൽ ഇപ്പം ഗേറ്റ് പോലുള്ള കോമ്പറ്റേറ്റീവ് എക്സാം വരുമ്പോൾ നമുക്ക് ഒരു കോംപ്ലിക്കേറ്റഡ് ഫിഗർ തരും, ഡിഫറെന്റ് ഓപ്ഷൻസ് ഉണ്ടാവും. ഈ ക്വസ്റ്റ്യൻ കണ്ടാൽ തന്നെ നമുക്കൊരു ആൻസറിന്റെ സ്ട്രക്ചർ അല്ലെങ്കിൽ നേച്ചർ എങ്ങനെയായിരിക്കും എന്ന് മനസ്സിലാക്കാൻ വരെ ഈ 3 റൂൾസ് അറിയാമെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ട് അത് അപ്ലൈ ചെയ്യാൻ പറ്റാവുന്നേ ഉള്ളൂ. ഓക്കെ, അതുപോലെ ഈവൻ ഓവർ ഹാങ്ങിങ് ബീം ആയാലും എന്ത് തന്നെയായാലും അല്ലെങ്കിൽ എത്രത്തോളം കോംപ്ലിക്കേറ്റഡ് ലോഡിംഗ് കണ്ടീഷൻ വന്നു കഴിഞ്ഞാലും ഈ പറയുന്ന 3 റൂൾസ് ക്ലിയർ ആയിട്ട് മനസ്സിലായെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് ആ പ്രോബ്ലം സോൾവ് ചെയ്ത് പോകാൻ പറ്റും. ഓക്കെ, ആൻഡ് ഇറ്റ് ക്യാൻ ബി വെരിഫൈഡ് ആസ് വെൽ. ഓക്കെ, ഫൈനലി സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ ആണോ എന്നുള്ളത് നമുക്ക് ഒന്ന് സിമ്പിൾ ആയിട്ട് അത് ചെക്ക് ചെയ്യാനും കൂടെ പറ്റും. ഓക്കെ, സോ നമുക്ക് എന്താണ് റൂൾ എന്നതിലേക്ക് പോകും. ഓക്കെ, സോ ബേസിക്കലി നമുക്ക് സ്റ്റാർട്ട് ഓഫ് എ ലെക്ചർ with these 3 rules. Okay, I'm sorry. Right. സോ ഫസ്റ്റ് റൂൾ നമ്മൾ ഓൾറെഡി എല്ലാവരും കണ്ട കാര്യങ്ങൾ തന്നെയാണ്. ഫസ്റ്റ് റൂൾ എന്ന് പറയുന്നത് സൈൻ കൺവെൻഷൻ ആണ്. ഓക്കെ, സൈൻ കൺവെൻഷൻ. റൈറ്റ്. സോ ഈ സൈൻ കൺവെൻഷൻ നമുക്ക് ഷിയർ ഫോഴ്സ് ഡയഗ്രാം ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം സെപ്പറേറ്റ് സൈൻ കൺവെൻഷൻസ് ഉണ്ട്. എന്തിനാണ് സൈൻ കൺവെൻഷൻ എന്ന് ചോദിച്ചാൽ സോ ബേസിക്കലി നമ്മൾ ഡിഫറെന്റ് ടെക്സ്റ്റ് ബുക്ക് ഫോളോ ചെയ്താൽ ഡിഫറെന്റ് കൈൻഡ് ഓഫ് സൈൻ കൺവെൻഷൻസ് കാണാം. ഓക്കെ, ഒന്നും തെറ്റല്ല, എല്ലാം യൂസ് ചെയ്യാവുന്നേ ഉള്ളൂ. സൈൻ കൺവെൻഷൻ ബേസിക്കലി നമുക്ക് ആ ഡയഗ്രാം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ്. അത് പിന്നെ അവിടെ ടെൻസൈൽ സ്ട്രെസ് ആണോ ഉണ്ടാവുന്നത് അല്ലെങ്കിൽ ബെൻഡിങ് സ്ട്രെസ് ആണോ ഉണ്ടാവുന്നത് എന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ് ഈ സൈൻ കൺവെൻഷൻ യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ ബെറ്റർ ഏതെങ്കിലും ഒരു മെത്തേഡ് അങ്ങ് ഫോളോ ചെയ്യുക, കണ്ടിന്യൂസ്ലി അത് തന്നെ ഫോളോ ചെയ്യുന്നത് ഏറ്റവും ബെറ്റർ. ഓക്കെ, സോ നമുക്ക് കമ്പാരിറ്റീവ്ലി എത്രയും പെട്ടെന്ന് ഓർത്ത് വെക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ പെട്ടെന്ന് സോൾവ് ചെയ്യാനും പറ്റുന്ന രീതിയിലുള്ള ഒരു സൈൻ കൺവെൻഷൻ ആണ് ഇവിടെ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരാൻ പോകുന്നത്. ഓക്കെ, സോ സൈൻ കൺവെൻഷൻ നമുക്ക് ഷിയർ ഫോഴ്സ് ഡയഗ്രത്തിന്റെ സൈൻ കൺവെൻഷൻ എങ്ങനെയാണെന്ന് നോക്കാം. ഷിയർ ഫോഴ്സ് ഡയഗ്രാം ഓർ SFD. ഓക്കെ, അപ്പൊ ഇതിന്റെ സൈൻ കൺവെൻഷൻ എന്ന് പറഞ്ഞാൽ സോ നമുക്ക് ബേസിക്കലി ഒരു സിംപ്ലി സപ്പോർട്ടഡ് ബീം നമുക്ക് കൺസിഡർ ചെയ്യാം. ഓക്കെ, ഒരു സിംപ്ലി സപ്പോർട്ടഡ് ബീം കൺസിഡർ ചെയ്യുകയാണെങ്കിൽ സിംപ്ലി സപ്പോർട്ടഡ് ബീം. ഓക്കെ, ലെറ്റ് A be one point and B be the second point. ഓക്കെ, സോ ഷിയർ ഫോഴ്സ് ഡയഗ്രത്തിന്റെ സൈൻ കൺവെൻഷൻ എന്ന് പറഞ്ഞാൽ യു ഹാവ് ടു ടേക്ക് ഓക്കെ forces acting along the right upward direction as negative. ഓക്കെ, എന്ന് വെച്ചാൽ ഒരു സിംപ്ലി സപ്പോർട്ടഡ് ബീം നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇവിടെ ഇപ്പം ഇതിന്റെ മുകളിൽ ഒരു ലോഡിംഗ് കണ്ടീഷൻ ഉണ്ടെങ്കിൽ 2 റിയാക്ഷൻസ് ഇവിടെ ഉണ്ടാവും. ഒന്ന് A എന്നുള്ള പോയിന്റ് റിയാക്ഷൻ ഉണ്ടാവും, B എന്നുള്ള പോയിന്റ് റിയാക്ഷൻ ഉണ്ടാവും. ഓക്കെ, അപ്പൊ ഞാനിത് നമ്മളിത് ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ സെക്ഷൻ ബൈ സെക്ഷൻ റൈറ്റ് ടു ലെഫ്റ്റ് എന്നുള്ള രീതിയിലാണ് നമ്മൾ ഇതിനെ ഇവാലുവേറ്റ് ചെയ്യുന്നതെങ്കിൽ റൈറ്റ് സൈഡിൽ ആക്ട് ചെയ്യുന്നത് ഇവിടെ പറഞ്ഞ റൈറ്റ് അപ്വേർഡ് ഡയറക്ഷനിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ്. ഓക്കെ, ഈ ഫോഴ്സ് നമ്മൾ ആരാണോ ഇത് സോൾവ് ചെയ്യുന്നത് നമ്മുടെ റൈറ്റ്, ഓക്കെ, ആരാണോ ഇത് ചെയ്യുന്നത് അതിന്റെ റൈറ്റ് അല്ലാതെ സ്ക്രീനിന്റെ റൈറ്റ് അല്ല, എന്റെ റൈറ്റ്. ഇപ്പൊ ഞാനാണ് ചെയ്യുന്നത്, എന്റെ റൈറ്റ് സൈഡ് എന്ന് പറയുന്നത് B ആണ്. റൈറ്റ്, സോ റൈറ്റ് സൈഡിലെ upward force. Okay, upward force has to be taken as negative. Okay, right upward. അപ്പോൾ ഇവിടുത്തെ RB reaction RB is acting in right upward direction. അപ്പോൾ കിട്ടുന്ന RB force will be negative. അതാണ് ഇതിന്റെ സൈൻ കൺവെൻഷൻ. ഓക്കെ, സോ ഇത് ഓർത്ത് വെക്കാൻ എളുപ്പമാണ്. ഇവിടെ നോക്കിയാൽ മതി, റൈറ്റ് അപ്വേർഡ് നെഗറ്റീവ്. ഓക്കെ, ഈ 3 വേർഡ് നമ്മൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ അബ്രിവേറ്റ് ചെയ്യാം, റൺ. ഓക്കെ, right side upward force you have to take it as negative, or in short run എന്ന് ഓർത്ത് വെച്ചാൽ മതി. ഓക്കെ, ഇനി നെക്സ്റ്റ് സൈൻ കൺവെൻഷൻ വരുന്നത് ബെൻഡിങ് മൊമെന്റ് ഡയഗ്രത്തിന്റെ കേസിലാണ്. ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം
സോ ബെൻഡിങ് മൊമെന്റിന്റെ കേസിൽ നമ്മളിപ്പം ഇതേപോലൊരു ഷിയർ ഒരു സിംപ്ലി സപ്പോർട്ടഡ് ബീം എടുക്കുകയാണെങ്കിൽ നമുക്കറിയാം ഇത് രണ്ട് രീതിയിൽ ബെൻഡ് ആവും. സിംപ്ലി സപ്പോർട്ട് ആയാലും കാന്റിലീവർ ആയാലും ഒക്കെ ഇതിന്റെ ബെൻഡിങ് സംഭവിക്കുന്ന രണ്ട് രീതിയിലാണ്. ഐദർ ഇത് ഇതുപോലെ ബെൻഡ് ആവും. ഇങ്ങനെ ടോപ്പ് നിന്നാണ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നതെങ്കിൽ വെർട്ടിക്കൽ ഡയറക്ഷനിൽ ടോപ്പ് നിന്നാണ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നതെങ്കിൽ ഇത് ഇതുപോലെ ബെൻഡ് ആവും. ഇത് നേരെ മറിച്ച് ബോട്ടത്തു നിന്നാണ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നതെങ്കിൽ അത് എങ്ങനെയാവും? ഇത് ഇതുപോലെ ബെൻഡ് ആവും. ഓക്കെ, ഈ രണ്ട് പോസിബിലിറ്റി ആണുള്ളത് ഒരു ഒബ്ജക്റ്റിന്റെ ബെൻഡിങ്. റൈറ്റ്. സോ ഇതിനാണ് നമ്മൾ ബേസിക്കലി സാഗിങ് എന്ന് പറയാം. ഓക്കെ, സാഗിങ്. ആൻഡ് ഇതിനാണ് നമ്മൾ ഹോഗിങ് എന്ന് പറയാം. ഓക്കെ, so sagging is mostly taken as positive and hogging is taken as negative. Okay, so ഇത് ഓർത്തിരിക്കാൻ എളുപ്പമാണ്. നമുക്ക് ഇങ്ങനെ ആലോചിച്ചാൽ മതി. സി, ഇത് ഓർത്തിരിക്കണമെങ്കിൽ ഇതുപോലെ ആലോചിച്ചാൽ മതി. സി, can be considered as a smiling moment. അല്ലെ? സ്മൈലിംഗ് ആണെങ്കിൽ പോസിറ്റീവ് ആണ്, സാഡ് ആണെങ്കിൽ നെഗറ്റീവ് ആണ്. സാഡ് ആണ്, റൈറ്റ്. സ്മൈലിംഗ് ആണ്. സ്മൈലിംഗ് ആണെങ്കിൽ പോസിറ്റീവ് ആയിട്ട് എടുക്കാം, സാഡ് ആണെങ്കിൽ അത് നെഗറ്റീവ് മൊമെന്റും ആണ്. ഓക്കെ, സോ ഇവിടെ ഫസ്റ്റ് പാർട്ട് കഴിഞ്ഞു, അല്ലെങ്കിൽ ഫസ്റ്റ് റൂള് ഇതോടുകൂടി ഇവിടെ അവസാനിക്കാം. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ. ഷിയർ ഫോഴ്സ് ഡയഗ്രത്തിന്റെ കേസിൽ റൈറ്റ് അപ്വേർഡ് നെഗറ്റീവ് റൺ എന്നുള്ളതാണ് അതിന്റെ കോഡ്. രണ്ടാമത് ബെൻഡിങ് മൊമെന്റ് കേസിൽ സ്മൈലിംഗ് ആണെങ്കിൽ പോസിറ്റീവ് ആണ്, സാഡ് ആണെങ്കിൽ നെഗറ്റീവ് ആണ്. ഫൈൻ. സോ സെക്കൻഡ് റൂൾ എന്ന് പറയുന്നത് ഇറ്റ്സ് എ റിലേഷൻഷിപ്പ്. നമുക്കൊരു ഷിയർ ഫോഴ്സ് ഡയഗ്രാം ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം വരയ്ക്കുന്ന സമയത്ത് ലോഡിങ്ങും ഷിയർ ഫോഴ്സ് ഡയഗ്രാം ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം തമ്മിലുള്ള ഒരു ബേസിക് അതിന്റെ പ്ലോട്ടിങ്ങിലുള്ള റിലേഷൻഷിപ്പ് ആണ് ഇവിടെ കാണിക്കാൻ പോകുന്നത്. ഒരു ടാബുലേറ്റ് ചെയ്ത് നമ്മളൊരു ടാബുലാർ ഫോമിൽ കാണിക്കാം. ഓക്കെ, സോ സ്റ്റാർട്ടിങ് വിത്ത് ലോഡ്, ഷിയർ ഫോഴ്സ് ഡയഗ്രാം, ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം. ഓക്കെ, സോ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ലോഡിംഗ് കണ്ടീഷനിൽ ഷിയർ ഫോഴ്സ് ഡയഗ്രാം അതുപോലെ തന്നെ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രത്തിന്റെയും ബേസിക് നേച്ചർ എങ്ങനെയായിരിക്കും എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, സോ നമുക്കറിയാം ലോഡിംഗ് കണ്ടീഷൻ ബേസിക്കലി മൂന്ന് ടൈപ്പ് ലോഡിംഗ് കണ്ടീഷനാണ് നമുക്ക് നോക്കാനുള്ളത്, അല്ലെങ്കിൽ നമ്മൾ പഠിക്കുന്നത് അല്ലെ. ഒന്ന് പോയിന്റ് ലോഡാണ്, പോയിന്റ് ലോഡ്. സോ പോയിന്റ് ലോഡ് നമുക്ക് ഫോർ എക്സാമ്പിൾ ഒരു കാന്റിലീവർ ബീമിനെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു എൻ പോയിന്റ് ഒരു പോയിന്റ് ലോഡ് ആക്ട് ചെയ്യുന്ന കണ്ടീഷൻ നോക്കാം. പോയിന്റ് ലോഡ് ആ ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ ലോഡ് കോൺസെൻട്രേറ്റ് ചെയ്യുന്ന കണ്ടീഷനാണ് പോയിന്റ് ലോഡ് എന്ന് പറയുന്നത്. സോ പോയിന്റ് ലോഡ് ആണെങ്കിൽ നമുക്കറിയാം ത്രൂ ഔട്ട് ദിസ് ലെങ്ത് ആ പോയിന്റ് ലോഡിന്റെ എഫക്ട് ഉണ്ടാവും. ത്രൂ ഔട്ട് എ ടു ബി കോൺസ്റ്റന്റ് പോയിന്റ് ലോഡ് തന്നെയാണ് ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് തന്നെ ഷിയർ ഫോഴ്സ് ഡയഗ്രാം ആ ഒരു റീജിയനിൽ എന്താ റീജിയൻ എ ടു ബി അതൊരു കോൺസ്റ്റന്റ് വാല്യൂ ആയിരിക്കും. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം, പോയിന്റ് ലോഡ് ആണെങ്കിൽ ഷിയർ ഫോഴ്സ് ഡയഗ്രാം ഒരു ഡബ്ബ പോലെ ആയിരിക്കും, അല്ലെങ്കിൽ ഒരു റെക്ടാങ്കുലർ ബോക്സ് പോലെ ആയിരിക്കും ഷിയർ ഫോഴ്സ് ഡയഗ്രാം വരാം. കോൺസ്റ്റന്റ് വാല്യൂ ആയിരിക്കും, സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും, അതിന്റെ ഇതുപോലെ ആയിരിക്കും അതിന്റെ ഷിയർ ഫോഴ്സ് ഡയഗ്രാം വരും. നോ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം അഗൈൻ പോയിന്റ് ലോഡ് ആണെങ്കിൽ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം എന്ന് പറയുന്നത് it will be an inclined straight line, ഒരു inclined straight line ആയിരിക്കും. ഏതാണ്ട് ഇതുപോലെ. ഓക്കെ, ഇതുപോലെ ഒരു inclined straight line. ഓക്കെ, അപ്പൊ ഇതാണ് ഒരു ഫസ്റ്റ് ടൈപ്പ് ഓഫ് ലോഡിംഗ് കണ്ടീഷൻ. അടുത്ത ടൈപ്പ് ഓഫ് ലോഡിംഗ് കണ്ടീഷൻ നമുക്കറിയാം വളരെ കോമൺ ആയിട്ടുള്ളത് എന്താണ്? യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ്, അല്ലെങ്കിൽ UDL ആണ്. ഓക്കെ, സോ യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് നമ്മൾ രണ്ട് തരത്തിൽ പൊതുവെ റെപ്രസെന്റ് ചെയ്യാറുണ്ട്. ഐദർ ഒരു സ്പ്രിങ് പോലെ ഇതുപോലെ യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ്, അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം, ഒരു കാന്റിലിവർ ബീം ആണെന്ന് കൺസിഡർ ചെയ്യണമെങ്കിൽ അതിന്റെ മുകളിൽ ഇതുപോലെ ഒരു യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് എന്ന് കൺസിഡർ ചെയ്യാം. യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് ത്രൂ ഔട്ട് ദ ലെങ്ത്. ഓക്കെ, സോ ലോഡിംഗ് യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ആണെങ്കിൽ ശ്രദ്ധിക്കേണ്ടത് നമുക്ക് ഏതൊരു പോർഷനിലാണോ യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ആയിട്ട് ലോഡ് വരുന്നത് ആ റീജിയന്റെ ഷിയർ ഫോഴ്സ് ഡയഗ്രാം എന്ന് പറയുന്നത് അതൊരു ഇൻക്ലൈൻഡ് സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. ആ റീജിയനിലെ ഷിയർ ഫോഴ്സ് ഡയഗ്രാം ഒരു ഇൻക്ലൈൻഡ് സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. സിമിലർലി ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം എന്ന് പറയുന്നത് അതൊരു സെക്കൻഡ് ഡിഗ്രി കർവ് ആയിരിക്കും. സെക്കൻഡ് ഡിഗ്രി കർവ്. ഓക്കെ, അപ്പൊ എവിടെയൊക്കെയാണോ UDL വരുന്നത് ആ റീജിയനിൽ ഒരിക്കലും ഷിയർ ഫോഴ്സ് ഡയഗ്രാം ഇതുപോലെ കോൺസ്റ്റന്റ് വാല്യൂ ആയിരിക്കില്ല, ഇൻക്ലൈൻ സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. അതേപോലെ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം ഒരു സെക്കൻഡ് ഡിഗ്രി കർവ് ആയിട്ടാണ് കിട്ടുന്നത്. ഓക്കെ, യെസ്. അപ്പൊ ഇവിടെ നമ്മൾ ഒന്ന് റിലേറ്റ് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഇപ്പം
ഷിയർ ഫോഴ്സ് ഡയഗ്രാം ഇതൊരു കോൺസ്റ്റന്റ് റെക്ടാങ്കുലർ ഷിയർ ഫോഴ്സ് ഡയഗ്രാം എന്ന് വെച്ചാൽ ഇത് തന്നെ ആണ് യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് അല്ലെ. എന്ന് വെച്ചാൽ ത്രൂ ഔട്ട് യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് നമ്മൾ എങ്ങനെ ഡിഫൈൻ ചെയ്യാന്ന് വെച്ചാൽ സംതിങ് ഫോർ എക്സാമ്പിൾ 2 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ആക്ച്വലി ദ ഹൈറ്റ് അല്ലെ. അതുപോലെ ടോട്ടൽ ലോഡ് കിട്ടാൻ നിങ്ങൾ എന്ത് ചെയ്യും? ഫോർ എക്സാമ്പിൾ ലെങ്ത് ഈസ് 5 മീറ്റർ, ടോട്ടൽ ലോഡ് എന്ന് പറഞ്ഞാൽ 2 into 5 10 ന്യൂട്ടൺ, സോറി 10 കിലോ ന്യൂട്ടൺ എന്നായിരിക്കും നമുക്ക് ടോട്ടൽ ലോഡ് കിട്ടുക അല്ലെ. എന്ന് വെച്ചാൽ വി ആർ എഫക്റ്റീവ്ലി multiplying the height with the length, which is nothing but the area of the rectangle, right? So it is similar to this one, rectangular box ന്റെ ഏരിയ പോലെ തന്നെയാണ് അത് വരും, right? So അങ്ങനെയാണെങ്കിൽ എന്തായി ഷിയർ ഫോഴ്സ് ഡയഗ്രാം യൂഡിയോലിന്റെ കേസിൽ വന്നപ്പോൾ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം ഇൻക്ലൈൻ സ്ട്രെയിറ്റ് ലൈൻ ആയി, അതേപോലെ ഷിയർ ഫോഴ്സ് ഡയഗ്രാം ഇൻക്ലൈൻ സ്ട്രെയിറ്റ് ലൈൻ ആയി, ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം ഒരു സെക്കൻഡ് ഡിഗ്രി കർവ് ആയി. ഇനി തേർഡ് റൂൾ എന്താണെന്ന് വെച്ചാൽ if your load is a uniformly varying load, UVL ആണെങ്കിൽ എന്ന് വെച്ചാൽ ഏതാണ്ട് ഇതുപോലെ യൂണിഫോംലി വാരിയിങ് ആയിട്ടുള്ള ലോഡ് ആണെങ്കിൽ, യൂണിഫോംലി വാരിയിങ് ആയിട്ടുള്ള ലോഡ് ആണെങ്കിൽ ഇതുപോലെ 1 and 2 അടുത്ത യൂണിഫോംലി വാരിയിങ് എന്ന് വെച്ചാൽ ഏതാണ്ട് ഇതുപോലെ ഇതേ ഷേപ്പ്. ഓക്കെ, യൂണിഫോംലി വാരിയിങ് ആണെങ്കിൽ then shear force diagram will be a second degree curve. Shear force diagram will be a second degree curve. അതേസമയം അതിന്റെ bending moment degree will be a third degree curve. ഒന്നുകൂടെ സ്റ്റീപ്പ് ആയിരിക്കും, third degree curve. ഓക്കെ, അങ്ങനെ സ്റ്റീപ്പ് കാര്യങ്ങളും നമ്മളൊരു ഡയഗ്രാം പ്ലോട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമില്ല, നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇത്രേ ഉള്ളൂ. അതൊരു കർവ് ആയിരിക്കും. ഓക്കെ, UVL വരുന്ന സ്ഥലത്ത് UVL വരുന്ന പോർഷനിൽ എപ്പോഴും പിന്നെ ഷിയർ ഫോഴ്സ് ഡയഗ്രത്തിൽ ഒരിക്കലും സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കില്ല, അതൊരു ഇൻക്ലൈൻഡ് കർവ് ആയിരിക്കും. അതേപോലെ അതൊരു കർവ് ആയിരിക്കും. സിമിലർലി ബെൻഡിങ് മൊമെന്റ് ഡയഗ്രത്തിൽ വേറൊരു കർവ് ആയിരിക്കും. ഓക്കെ, അത് അതിന്റെ സ്റ്റീപ്നെസ്സോ കാര്യങ്ങളോ നമ്മൾ ഒരിക്കലും മെഷർ ചെയ്യുന്നില്ല, അല്ലേ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് സെക്കൻഡ് റൂൾ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് റൂളിൽ നമ്മൾ സൈൻ കൺവെൻഷൻസ് ഡിഫൈൻ ചെയ്തു, ഓർത്ത് വെക്കാൻ റൈറ്റ് അപ്പോർഡ് നെഗറ്റീവ്, അതുപോലെ രണ്ടാമത്തെ കേസിൽ സ്മൈലിംഗ് മൊമെന്റും സാഡ് മൊമെന്റും ആലോചിച്ചാൽ മതി. ഇനി ബേസിക് ഷേപ്പ് ചെയ്യാൻ പറഞ്ഞു. ലോഡ് പോയിന്റ് ലോഡ് ആണെങ്കിൽ ഷിയർ ഫോഴ്സ് ഡയഗ്രത്തിൽ ഒരു കോൺസ്റ്റന്റ് റെക്ടാങ്കുലർ റീജിയൻ ആയിരിക്കും ഉണ്ടാവുക. അതേപോലെ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രത്തിന്റെ അതേ സെയിം റീജിയനിൽ അതൊരു ഇൻക്ലൈൻഡ് സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. UDL വരുന്ന സമയത്ത് ഷിയർ ഫോഴ്സ് ഡയഗ്രം ഇൻക്ലൈൻഡ് സ്ട്രെയിറ്റ് ലൈൻ ആയി, ബെൻഡിങ് മൊമെന്റ് ഡയഗ്രം സെക്കൻഡ് ഡിഗ്രി കർവ് ആയി. UVL വരുമ്പോൾ ഷിയർ ഫോഴ്സ് ഡയഗ്രം സെക്കൻഡ് ഡിഗ്രി കർവും ബെൻഡിങ് മൊമെന്റ് ഡയഗ്രം തേർഡ് ഡിഗ്രി കർവ്, എന്ന് വെച്ചാൽ രണ്ടും കർവ് ആയിരിക്കും. ഓക്കെ, പക്ഷെ ഇവിടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ കർവിനെ നമുക്ക് ബേസിക്കലി രണ്ട് തരത്തിൽ വരക്കാം, അല്ലെ. ഇവിടെ ഇപ്പോൾ സെക്കൻഡ് ഡിഗ്രി കർവ് എന്ന് പറഞ്ഞു, ഈ കർവ് എനിക്ക് ഇങ്ങനെ വരക്കാം, ഇത് ഒരു ഓപ്ഷനാണ്. സിമിലർലി ഇതേ കർവ് എനിക്ക് ഇങ്ങനെ വേണമെങ്കിലും പ്ലോട്ട് ചെയ്യാം, സെക്കൻഡ് ഡിഗ്രി കർവ്, അല്ലെ. ഇതൊരു സെക്കൻഡ് ഓപ്ഷൻ. സിമിലർലി എല്ലാ കേസിലും എനിക്ക് ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വേണമെങ്കിൽ ഇതേ കർവ് പ്ലോട്ട് ചെയ്യാം. അപ്പൊ ഇതിൽ ഏത് കർവ് ആയിരിക്കാം ഞാൻ എടുക്കേണ്ടതെന്നുള്ളതാണ് അടുത്ത വരുന്ന ഒരു ചോദ്യം. ഓക്കെ, ബിക്കോസ് ദാറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. കാരണം ഒരു ഏരിയ ഇൻസൈഡ് ദ ഷിയർ ഫോഴ്സ് ഡയഗ്രത്തിന് അതിൻ്റെതായ ഇമ്പോർട്ടൻസ് ഉണ്ട്, ഏരിയ ഇൻസൈഡ് ദ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രത്തിനും അതിൻ്റെതായ ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പോൾ അത് കറക്റ്റ് ആയിട്ട് നമ്മൾ പ്ലോട്ട് ചെയ്യണം, അല്ലെങ്കിൽ അതിന്റെ റീജിയൻ നമ്മൾ പ്രോപ്പർ ആയിട്ട് തന്നെ മാർക്ക് ചെയ്യണം. ഓക്കെ, സോ ഈ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ തേർഡ് റൂളിലേക്ക് പോകുന്നത്. തേർഡ് റൂൾ എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആയിട്ട് രണ്ട് സ്റ്റേറ്റ്മെന്റ് ആണ്. ഫസ്റ്റ് വൺ ഈസ് ദ സ്ലോപ്പ് ഓഫ് ഷിയർ ഫോഴ്സ് ഡയഗ്രാം. ഓക്കെ, slope of shear force diagram will give you the rate of loading. ഓക്കെ, എന്താണെന്ന് പറയാം. എന്ന് വെച്ചാൽ സ്ലോപ്പ് ഓഫ് ഷിയർ ഫോഴ്സ് ഡയഗ്രാം dF/dx is equal to rate of loading W. ഇതാണ് ഒരു റൂള്. രണ്ടാമത്തെ റൂള് സ്ലോപ്പ് ഓഫ് ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം is equal to ഷിയർ ഫോഴ്സ് എന്നതാണ് സെക്കൻഡ് റൂൾ. ഓക്കെ, എന്ന് വെച്ചാൽ dM/dx is equal to ഷിയർ ഫോഴ്സ് F or SF. ഓക്കെ, ഷിയർ ഫോഴ്സ്. ഓക്കെ, സോ ഇതെന്താണെന്ന് പറയാം. ഓക്കെ, സോ ഈ രണ്ട് റൂൾ ഇത് ബേസ് ചെയ്തിട്ടാണ്, ഈ രണ്ട് റൂൾ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഏത് തരത്തിലായിരിക്കണം ആ കർവ് വരേണ്ടത് എന്ന് നമ്മൾ തീരുമാനിക്കുന്നത്. അതായത് ഇതൊരു ഈ രീതിയിലൊരു കർവാണോ, അല്ലെങ്കിൽ അപ്പർ അതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ കോൺവെക്സ് ആയിട്ടുള്ള കർവാണോ, കോൺവെക്സ് ആയിട്ടുള്ള കർവാണോ എടുക്കേണ്ടതെന്ന് അറിയണമെങ്കിൽ നമുക്ക് ഈ ഫൈനൽ റൂൾ എടുക്കണം. ഓക്കെ, അപ്പൊ ഇത് ഇനി ഓരോ റൂളും കറക്റ്റ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ നമുക്ക് സാമ്പിൾ പ്രോബ്ലംസ് വേണം. അത് നമുക്ക് അടുത്ത ലെക്ചർ വീഡിയോയിൽ
ഈ റൂൾസ് എല്ലാം നമുക്ക് എങ്ങനെ യൂട്ടിലൈസ് ചെയ്തിട്ട് ഓരോ ടൈപ്പ് പ്രോബ്ലംസും സോൾവ് ചെയ്യാന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വരുന്ന വീഡിയോയിൽ കാണാം. ഓക്കെ, സോ ഈ ബേസിക് ആയിട്ടുള്ള 3 റൂൾസും വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി വെക്കുക. ഇത്രയും പറയുമ്പോൾ തന്നെ എനിക്കറിയാം മൂന്നാമത്തെ റൂളിൽ പലർക്കും കൺഫ്യൂഷൻ ഉണ്ടാവാം. അത് ക്ലിയർ ആവണമെങ്കിൽ പ്രോബ്ലം തന്നെ കാണണം. സോ സ്റ്റേ ട്യൂൺ, വാച്ച് മൈ നെക്സ്റ്റ് വീഡിയോസ്. ഓക്കെ, കമ്മിങ് വീഡിയോസ് നോക്കുക. ഈ റൂൾസ് ബേസ് ചെയ്ത് നമുക്ക് പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്നതും കൂടെ കാണിച്ചു തരാം. ഓക്കെ, സോ താങ്ക് യു.